ഹലോ ഫുഡീസ്, ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒരു 6 പീസ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, ഒരു 10 ബദാം ഇട്ട് കൊടുക്കാം, 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുന്ന ജാറില്ലേ മിക്സിയുടെ, അതിലോട്ട് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1/4 പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ്, ഒരു 125 ml അളവ് നമുക്ക് ഈ മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ പൗഡർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ബൗളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനതിൽ ഇത്തിരി എണ്ണ പുരട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് വട്ടലപ്പം പെട്ടെന്ന് തന്നെ വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ നിന്ന്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഈ പാത്രത്തിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിത് ഇഡ്ഡലിച്ചമ്പിലാണ് വെച്ചിരിക്കുന്നത്. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വട്ടലപ്പം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിനി നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഇതുപോലെ നമുക്ക് സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വട്ടലപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്